പല ശ്രമങ്ങളും പയറ്റി നോക്കി. പക്ഷേ എന്നിട്ടും ഒരിടത്തും അഭയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് PC ജോർജും മകനും BJP-യിലേക്ക് ചേക്കേറിയത്. പക്ഷേ അപ്പോഴും ഉണ്ടായിരുന്ന പ്രതീക്ഷ BJP-യിൽ ഒരു സീറ്റ് ലഭിക്കുമെന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്റെ സ്വന്തം പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങൾ ഇക്കുറി BJP-യുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും എന്നെല്ലാം തന്നെ PC ജോർജ് വ്യക്തമാക്കിയത്, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്കെല്ലാം തന്നെ നീങ്ങിയത്. പക്ഷേ എന്നാൽ ഇന്നലെ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. കാരണം BJP-യുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി എന്ന പേരാണ് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ PC ജോർജോ അല്ലെങ്കിൽ മകൻ ഷോൺ ജോർജ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെയാണ് ആദ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാം തന്നെ തലകീഴ് മറിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഇന്നലെ സംഭവിച്ചത്. എന്നാൽ അതേസമയം തന്നെ ആദ്യം PC ജോർജ് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ചില വോട്ടുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ PC ജോർജിന് അനുകൂലമായ ഒരുപാട് വോട്ടിന്റെ കുത്തൊഴുക്ക് BJP-യിലേക്ക് ഉണ്ടാകും എന്നെല്ലാം തന്നെ PC ജോർജ് വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ BJP-ക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പിന്നീട് PC ജോർജിന്റെ ഒരു വരവിനോട് സംസ്ഥാന നേതൃത്വത്തിന് ചില വിയോജിപ്പുണ്ടാവുകയും സംസ്ഥാന നേതൃത്വം തന്നെയാണ് PC ജോർജിനെ മാറ്റി നിർത്തിയത് എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ വെള്ളാപ്പള്ളി നടേശനാണ് PC വരണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നീക്കിയത് എന്നുള്ള അത്തരം വാർത്തകളും ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന സാഹചര്യത്തിൽ PC ജോർജ് പ്രതികരിച്ചത് അനിൽ ആന്റണിയെ അവിടുത്തെ ജനങ്ങൾക്ക് ഒട്ടും പരിചയമില്ല, അദ്ദേഹത്തെ ആദ്യം മുതലേ പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നാണ്. കാരണം അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തി പത്തനംതിട്ടക്കാർക്കിടയിൽ ഒട്ടും തന്നെ സുപരിചിതനല്ല എന്നുള്ളതാണ്. എന്നാൽ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പത്തനംതിട്ടയിലെ എല്ലാവർക്കും നല്ലപോലെ അറിയുന്ന വ്യക്തിയാണ്, സുപരിചിതനാണ് എന്നുള്ളതെല്ലാം തന്നെ അവിടുത്തെ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിയാണ് ഇനി മത്സരാർത്ഥിയെങ്കിൽ, അല്ലെങ്കിൽ അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തെ ആദ്യം മുതലേ തന്നെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നെല്ലാമാണ് PC ജോർജ് പറഞ്ഞു വെക്കുന്നത്. കാരണം PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുതിർന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ പത്തനംതിട്ടയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, സുപരിചിതനാണ് അദ്ദേഹം എന്ന് പറയുന്ന ഒരു ലേബലിൽ, അല്ലെങ്കിൽ താൻ അങ്ങനെയാണ്. പക്ഷേ അനിൽ ആന്റണി അങ്ങനെയല്ല, അനിൽ ആന്റണിയെ എല്ലാവർക്കും കൊണ്ട് പരിചയപ്പെടുത്തേണ്ട ഒരു അവസ്ഥ തന്നെ വരും എന്നാണ് PC ജോർജ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും PC-യുടെ വാദങ്ങളെല്ലാം തന്നെ അല്പം കടുത്തിരിക്കുക തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും തനിക്കായിരുന്നില്ല ആവശ്യം, തൻ്റെ പാർട്ടി നേതാക്കൾക്കായിരുന്നു താൻ മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇത്തരമൊരു തീരുമാനം എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ PC ജോർജ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വേണമെന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ PC ജോർജിന്റെ ഈ ഒരു വാദം മുറുകി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി PC ജോർജ് മുന്നണിയെ തന്നെ അപമാനിക്കുകയാണ്. NDA മുന്നണിക്ക് തന്നെ PC ജോർജിന്റെ ഈ വാദം അത് വലിയ തരത്തിൽ ദോഷം ചെയ്യുകയാണ്, മുന്നണിയെ തന്നെ ബാധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് PC ജോർജിനെതിരെയുള്ള പരാതി കേന്ദ്രത്തെ അറിയിക്കുമെന്ന് പറഞ്ഞ് മുന്നിട്ട് വരുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ അനിൽ ആന്റണി ആണെങ്കിൽ ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ തനിക്ക് കിട്ടിയിട്ടുള്ളത് തനിക്ക് പത്തനംതിട്ട എന്ന് പറയുന്നത് തനിക്ക് തീർത്തും താൻ തന്നെയാണ് അവിടെ മത്സരിക്കാൻ യോഗ്യൻ എന്നാണ് അനിൽ ആന്റണി പോലും പറഞ്ഞു വെക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം PC ജോർജ് തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു വിശ്വാസം യഥാർത്ഥത്തിൽ PC-യെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. PC ഏറെ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് BJP-യിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് മറ്റ് ആരുടെ കൂടെ നിന്നിട്ടും കാര്യമില്ല, തനിക്ക് രക്ഷയില്ല എന്ന് സ്വയം തോന്നിയത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ കുറച്ച് നാളുകളായിട്ട് BJP-യുടെ കൂടി ചേരാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായിരുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും BJP-ക്ക് വലിയൊരു പിന്തുണ യഥാർത്ഥത്തിൽ PC ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ PC ജോർജിന്റെ പിന്തുണ ആ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ PC ജോർജിനെ യഥാർത്ഥത്തിൽ NDA കണ്ടിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന് PC-യോട് ഇത്ര വലിയ ഒരു വിദ്വേഷം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതുവരെ യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം തന്നെ കൊടുക്കുന്ന സാഹചര്യത്തിൽ PC-യുടെ വലിയൊരു തരത്തിലുള്ള പിന്തുണ BJP-ക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ NDA-ക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം PC പിന്നെ കാണാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ PC എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു അവസരവാദിയാകാം, അല്ലെങ്കിൽ തന്റെ നേട്ടത്തിന് വേണ്ടി മാത്രം നമ്മളോട് കൂടെ കൂടുകയാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസം NDA-ക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് PC-യുടെ പേര് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ഒരു സ്വാധീനമില്ലാതെ തന്നെ പോയത് എന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശകലനങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിൽക്കുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും PC ജോർജ് അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ ആര് എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തി പോലുമില്ല, പത്തനംതിട്ടയിൽ താൻ തന്നെ മത്സരിക്കുമെന്നായിരുന്നു PC
PC ജോർജ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് മകൻ ഷോൺ ജോർജ് ആയിരിക്കും PC ജോർജിനെ എതിരാളിയായിട്ട് വരിക എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് PC ജോർജിനോടുള്ള ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള എതിർപ്പും, അതേസമയം തന്നെ PC ജോർജിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ NDAക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുന്നണിക്ക് ഉണ്ടാകുന്ന മറ്റ് നഷ്ടങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് വലിയൊരു അനുനയ നീക്കത്തിലേക്കൊന്നും തന്നെ മുതിരേണ്ട അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് മകൻ ഷോൺ ജോർജിനെ പരിഗണിക്കുന്നത് എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് വന്നത് തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ്. അപ്പോൾ PC ജോർജിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ അനിൽ ആന്റണിയെ മത്സരാർത്ഥിയാക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും PC-യുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഒരു അനുനയ നീക്കത്തിലേക്ക് പോകേണ്ടി വരും എന്നതെല്ലാം തന്നെ BJPക്ക് ആദ്യമേ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഷോൺ ജോർജിനെ പരിഗണിക്കുമെന്നുള്ള വാർത്തയെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനമെല്ലാം തന്നെ അല്ലെങ്കിൽ ഊഹക്കഥകൾ പോലും പുറത്തു വരാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇന്നലെ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ PC-യുമില്ല മകനുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങിയത്. യഥാർത്ഥത്തിൽ BC-യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്വന്തം പാർട്ടിയുമില്ല, ചേക്കേടിച്ചെന്ന പാർട്ടിയും കൈവിട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുക തന്നെയാണ് PC. യഥാർത്ഥത്തിൽ ഇത് PC-യോട് ചെയ്ത ക്രൂരതയാണ് അല്ലെങ്കിൽ ചതിയാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും എന്താണ് ഇനി PC-യുടെ നീക്കം എന്ന് പറയുന്നത് ഏറെ ആകാംക്ഷയുള്ള ഒരു കാര്യം തന്നെയാണ്. അതേസമയം തന്നെ ഇനി സംസ്ഥാന നേതൃത്വം ഇനിയൊരു സ്ഥാനാർത്ഥി മാറ്റത്തിലേക്കൊന്നും തന്നെ നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അനിൽ ആന്റണി എന്ന് പറയുന്ന വ്യക്തി തനിക്ക് കിട്ടിയ ഒരു പദവിയിൽ അദ്ദേഹം വളരെ വലിയ സംതൃപ്തനാണ്. അദ്ദേഹം തന്നെയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ യോഗ്യൻ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. മാത്രമല്ല അനിൽ ആന്റണിയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തനിക്ക് തെക്കോട്ട്, അതായത് തെക്ക് ജില്ലകളിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്നുള്ളൊരു തീരുമാനമായി മുന്നിട്ട് വന്നിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ആദ്യം അനിൽ ആന്റണിയുടെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത് എറണാകുളത്താണ്. അതിനുശേഷം പക്ഷേ തിരുവനന്തപുരം ലക്ഷ്യമിട്ടെങ്കിലും തിരുവനന്തപുരത്തേക്ക് ഒരു ഗ്ലാമർ നേതാവിനെ തന്നെ വേണം എന്നുള്ളത് ആവശ്യമായിരുന്നു. കാരണം അവിടെ എതിരാളിയായിട്ട് വരുന്നത് ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപുരുഷൻ എന്ന് പറയുന്ന ഇമേജുള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലാമറുള്ള വ്യക്തി തന്നെ വേണം എന്നുള്ളൊരു ആവശ്യകത കൂടി ഉണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലം യഥാർത്ഥത്തിൽ അനിൽ ആന്റണി പിന്നെ മാറ്റി നിർത്തുകയായിരുന്നു. അതിനുശേഷം അനിൽ ആന്റണിയുടെ ലക്ഷ്യം പത്തനംതിട്ട തന്നെയായിരുന്നു. പക്ഷേ അനിൽ ആന്റണിയുടെ ലക്ഷ്യം നിറവേറി, പക്ഷേ PC-യുടെ ഉദ്ദേശങ്ങളെല്ലാം തന്നെ പാളിപ്പോയ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. എന്തു തന്നെയാണെങ്കിലും വളരെ സംഘടിതമായി തന്നെ മുന്നോട്ട് പോകുകയായിരുന്നു യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം. ഇപ്പോൾ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ അതിനുള്ളിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തു തന്നെയാണെങ്കിലും NDA മുന്നണിയിൽ നിന്നും PC ജോർജിനെതിരെ പോലും പരാതികൾ പോകുന്ന സാഹചര്യമാണ്. മുന്നണിക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ വരുന്ന സാഹചര്യമാണ്. ഇനി NDAയിൽ നിന്നും വീണ്ടും PC, അതായത് BJPയിൽ നിന്നും വീണ്ടും PC പടിയിറങ്ങുമോ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഏറെ പ്രസക്തമാവുകയാണ്. എന്താണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. PC-യുടെ തീരുമാനങ്ങൾ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കും യഥാർത്ഥത്തിൽ PC-യുടെ വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. അതേസമയം തന്നെ എന്തായിരിക്കാം ഇനി ദേശീയ നേതൃത്വത്തിന്റെ നിലപാടെന്നും ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിൽ എന്താണ് സംസ്ഥാന നേതൃത്വത്തിന്റെ മറുപടി എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്.